ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓറിയോ ബിസ്ക്കറ്റ് കേക്കാണ്. ഇതിനായി ഒരു 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിനുശേഷം ഒരു 2 കപ്പ് പാല് ചേർക്കാം ഇതിലേക്ക്. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റും പാലും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഒന്ന് നന്നായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബേക്കിംഗ് ട്രേയോ പാനോ എടുത്ത് അത് നന്നായി ഗ്രീസ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ആകും. ചൂട് കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്ത് അത് നന്നായി പ്രീഹീറ്റ് ചെയ്ത ശേഷം അതിനകത്ത് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് 30 മിനിറ്റ് നേരം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായി വെക്കാം. അപ്പോൾ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് ഒന്നുകൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ആറി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാം. കേക്ക് ഞാനൊന്ന് 2ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഒരു ലെയർ വെച്ചിട്ട് അതിൽ അല്പം ഷുഗർ സിറപ്പാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം കൂടി അതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വയ്ക്കാം. ഇതിലും കുറച്ച് ഷുഗർ സിറപ്പാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതിന് മുകളിലൂടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചോക്കോ ചിപ്സും കുറച്ച് നട്ട്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.